എല്ലാ മാന്യപ്രേക്ഷകർക്കും മെഡി ടൈമിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സാ രീതി മാത്രമല്ല, അത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ പ്രസക്തിയും നാൾക്ക് നാൾ കൂടി വരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മെഡി ടൈമിൽ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ജി മോഹൻ വൈദ്യരാണ്. അദ്ദേഹം ഒരു പാരമ്പര്യ ചികിത്സകനാണ്. മാത്രമല്ല, അദ്ദേഹം ആയുർവേദവും സിദ്ധവൈദ്യവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് പിന്തുടരുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിലായിട്ട് പനാഷ്യ ഓയിലിൻ്റെ അതൊരു പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലി എന്ന് നമുക്ക് പറയാവുന്ന ധാരാളം രോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണത്. അതുകൊണ്ട് തന്നെ ധാരാളം പേർ ആ ഓയിലിൻ്റെ ആവശ്യക്കാരായിട്ട് ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ് ഇപ്പോൾ വാങ്ങിച്ചവർ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്. ഇപ്പോൾ കിട്ടാതെ ഇപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത കേരളത്തിന് വെളിയിലുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ ആഴ്ച തൊട്ട് കൊടുത്തു തുടങ്ങും. അതിനു വേണ്ടി മാനുഫാക്ചർ ചെയ്ത് നോക്കാൻ ഒക്കുന്നൊരു സാധനം അല്ലിത് ഇപ്പോഴത്തെ ചുറ്റുപാടിൽ. അപ്പോൾ അവർക്ക് ഇപ്പോൾ എത്തിക്കും എന്നുള്ള പ്രതീക്ഷകൾ ഇരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 75% എക്സ്റ്റേണൽ ഡിസീസിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും, ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഇതാണ് ഇപ്പോൾ നട്ടലിന് ഇപ്പോൾ ഒരു പുതിയ അസുഖമല്ല, നേരത്തെ വേണം ഫൈബ്രോസിസ്. നട്ടലിന് 32 കശേരുണ്ടെങ്കിലും ലുംബാർ പാർട്ടിലും സെർവിക്കൽ പാർട്ടിൽ നിന്നും അതിന് ചെറിയ ഫൈബേഴ്സ് വരും. അതായത് ഒരു മുടിയുടെ 100 തിക്നെസ്സേ ഉള്ളായിരുന്നു. അത് പലതായിട്ട് വന്നിട്ട് ചുറ്റ് വന്നു കഴിഞ്ഞാൽ ഫൈബ്രോസിസ് ആംഗുലോസ് എന്നും പറഞ്ഞ് ഇതൊരു ചുറ്റുണ്ട്, ഒരു സിസ്റ്റ് ഉണ്ടാകും നട്ടൽ ആ ഭാഗം. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിഭക്തമായ വേദനയും, പ്രത്യേകിച്ച് ഇപ്പം അതിന് പ്രധാനപ്പെട്ട മരുന്നുകളെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്തിരുന്നത്. ഞങ്ങൾ പഴയ കാലത്ത് ഇത് കളരി ചികിത്സയ്ക്കകത്ത് ഇത് ഉൾപ്പെട്ടിരുന്നു. കാരണം അന്ന് യുദ്ധത്തിന് പോയിട്ട് നട്ടലൊടിഞ്ഞവരും നടുവൊടിഞ്ഞവരും ഒക്കെ വന്ന് ഉയരത്തിൽ നിന്ന് വീണവർ, ആനപ്പുറത്തുനിന്ന് വീഴുന്നവർ, അവർക്കൊക്കെ ആ കാലത്ത് മോഡേൺ മെഡിസിൻസ് ഒന്നും ഉള്ള കാലമല്ലായിരുന്നു. ആ കാലത്ത് നമ്മൾ ഇതും കളരി ചികിത്സയും കൂടെ ചേർത്ത് സമന്വയിപ്പിച്ചാണ് ചികിത്സിച്ചിട്ടുണ്ട്. ഈ നട്ടലിൻ്റെ ഇത്രയും ഈ ഫൈബേഴ്സ് വരുന്ന ഈ പോർഷനിലോട്ട് നമ്മൾ റൗണ്ടിൽ കളരി ചികിത്സയുടെ ഒരു പൊടി റൗണ്ടിൽ ഒരു കിഴിയുടെ പൊടിയാണ്. ആ നട്ടലിൻ്റെ നീളം വീതി നമ്മളൊരു പാത്തി പോലെ പിടിച്ച് വെക്കും. എന്നിട്ട് ഈ പനേഷ്യ ഓയിൽ നമ്മൾ ചെറിയ ചൂടാക്കി ഒഴിച്ചിട്ട് 2 മണിക്കൂറായി രോഗിയെ കമത്തി കിടത്തും, ഒരു പ്രത്യേക സംവിധാനത്തിൽ, തലയുടെ ഒന്നും വെക്കാതെ. അപ്പോൾ ഇത് പതുക്കെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ഈ ഫൈബേഴ്സ് അങ്ങനൊരു 21-41 ദിവസം, അല്ലെ അറ്റേ മാക്സിമം 90 ദിവസം കൊണ്ട് ഇത് വളരെ ലഘുവായിട്ട് മാറി സുഖം പ്രാപിച്ച എനിക്ക് കുറേ രോഗികളുണ്ട്. അത് പ്രധാന രോഗി ഇപ്പോൾ കോഴിഞ്ചേരി ഇതിനകത്ത് കാണിച്ചിരുന്നു, മിസ്റ്റർ റോബിൻ. അയാൾ ഗവൺമെൻറ് കോൺട്രാക്ടറായിരുന്നു. അതിനൊരു വലിയ സർജറി പ്രിസ്ക്രൈബ് ചെയ്തതാണ് വേറെ വലിയ ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന് ഭാരിച്ച ചിലവുമാണ്. അതൊരു 100% ഫലപ്രദമാണോ എന്നൊരു സംശയം മറ്റു പല ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടാണ് എന്നെ സമീപിക്കുക. പിന്നെ ഇത് കൂടാതെ കൊണ്ട് ഇതിനുള്ളിൽ കൊടുക്കേണ്ട മറ്റു മരുന്നുകളും ഉണ്ട് ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. അല്ല പനേഷ്യ മാത്രം കൊടുത്തൊക്കെ മാറുക അങ്ങനെ പിന്നെ പനേഷ്യ മാത്രം മതിയായിരുന്നില്ല. അതിൻ്റെ കൂടാതെ കൊണ്ട് അതിന് തക്കതായ കിഴികൾ, കഷായങ്ങൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിൽ ലേഹ്യം സേവിപ്പിക്കും, അല്ലെ പൊടി സേവിപ്പിക്കും, അല്ലെ നെയ്യ് സേവിപ്പിക്കും. ഈ 3 പ്രക്രിയയുടെ കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 75% ഒരു ആശ്വാസം കിട്ടും. സർജിക്കൽ അതേപോലെ 100% ആശ്വാസം പറയുന്നില്ല. നമ്മൾ ഈ കൊച്ചു ആയുർവേദത്തിൽ തന്നെ നമ്മൾ 70% പറയുന്നുണ്ട്, ഫലപ്രദമായിട്ട് കൊടുക്കുന്നുമുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയൊരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ ഇത്രയും ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു 75% ഫലപ്രദമാണെന്ന് പറയുമ്പോൾ തന്നെ അതെ. ഇതിൻ്റെ തന്നെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈ പൊങ്ങാതെ വരുന്നു, ഷോൾഡർ പൊങ്ങാതെ വരുന്നു, ഫ്ലൂയിഡ് കുറയുന്നു. പിന്നെ നമുക്ക് സ്വന്തമായിട്ടിരുന്ന ഒരു ബ്രേസർ വീട് ഇടാനൊക്കാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ 35-40 വയസ്സ് കഴിഞ്ഞ പലരുടെയും ആണുങ്ങളുടെ അന്നേരം തന്നെ കൈ പെട്ടെന്ന് നോക്കാനൊക്കെ തന്നെ കിടന്നു കിടപ്പ് എഴുന്നേക്കാം. അതിന് ഞങ്ങൾ ഈ പനാഷ്യ ഓയിൽ 41 ഡേയ്സ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ആയുർവേദവും സിദ്ധവും കളരിയും കൂടെ ചേർത്ത ഒരു കോഴിയുടെ ഒരു പ്രോസസ്സ് പഴയ കാലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതായത് 4 കഷായങ്ങൾ 4 ഭാഗത്തായിട്ട് ഇടും, 4 ടൈപ്പ് മെഡിസിൻസ്. അതുണ്ടാക്കുന്ന സമയത്ത് ഈ 4 മെഡിസിനുകൾ ഒന്നിച്ച് കൂട്ടും ഒറ്റ വലിയ കലത്തിൽ. എന്നിട്ടൊരു കോഴിയെ, കറുത്ത കോഴിയെ വാങ്ങിച്ച് കിട്ടിയിട്ട് അതിനകത്തെ ദുഷ്ട കളഞ്ഞിട്ട് വേറെ കുറേ അങ്ങാടി മരുന്നുകൾ ആയുർവേദ സിദ്ധങ്ങളും മിക്സ് ചെയ്ത് നെയ്ക്കകത്ത് കുഴച്ച് വെച്ചേക്കും. അത് ഇതിൻ്റെ വയറ്റിൽ വെച്ച് ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ആടലോടകത്ത് ഇല കൊണ്ട് ചുറ്റിക്കെട്ടും. എന്നിട്ട് അമൃതവള്ളിയെ ചുറ്റിക്കെട്ടി അമൃതിൻ്റെ ഒരു പന്തിരിക്കാന്ന് വിചാരിക്കും.
ഈ സിസ്റ്റത്തിന് പറയുന്നത് ഡോള യന്ത്രം എന്നാ പറയുന്നത്. യന്ത്രമല്ല, ആ കാലത്ത് പറഞ്ഞൊരു സിസ്റ്റത്തിൻ്റെ പേരാണ് ഡോള യന്ത്രം. ഇതെന്നിട്ട് കഷായമെല്ലാം ഒരു കാലത്തിൽ ഒഴിച്ചിട്ട് അതിനൊരു ദണ്ട് വെച്ച് കെട്ടിയിട്ട് ഈ കോഴിയെ ഒരു ചാൺ പൊക്കത്തിൽ കെട്ടിത്തൂക്കും. ഈ കഷായത്തിൽ മുക്കത്തില്ല, കെട്ടിത്തൂക്കിയിട്ട് ഇതിൻ്റെ മണ്ട നമ്മൾ ക്ലോസ് ചെയ്യും. മണ്ണ് വെച്ച് 4 ദിവസം തുണി വെച്ചിട്ട് അതിന് ശീലമൺ ചെയ്യാന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 18 മണിക്കൂർ ചെറിയ തീയിലിരിക്കുക, തീ വിടാതെ. അപ്പോൾ ഇതിനകത്ത് എന്തിനു വേണ്ടി മരുന്നുണ്ടാകുന്നെന്നോ എങ്ങനെ ആകുമെന്നൊന്നും നമുക്ക് കാണാനൊക്കത്തില്ല. ഇതെല്ലാം അതിനകത്ത് നടക്കുന്ന പ്രക്രിയയാണ്, അതായത് ഡോളായന്തര പ്രക്രിയ എന്ന് പറയുന്നത്. എന്നിട്ട് 18 മണിക്കൂർ കഴിയുമ്പം ഇവനെ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഈ കോഴി വെന്ത് മരുന്നും കൂടെ ചേർന്ന് സെറ്റായിട്ടിരിക്കും. അതിൻ്റെ എല്ല് നീക്കിയിട്ട് ചെറിയ വെയിലിൽ അവനെ ഉണക്കും. അപ്പോൾ അതൊരു പൊടി പോലെ ആക്കി എടുക്കാൻ വേണ്ടി ഉള്ള പരുവത്തിലാകും. നമ്മളത് പൊടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 16 ലിറ്റർ കഷായം ഇതിനകത്ത് നമ്മൾ ആദ്യം ഒഴിച്ചതാണ്. ഇതിനകത്ത് നമുക്ക് 2 ലിറ്റർ കഷായം കിടക്കും ഉണ്ടാകും. ഈ കഷായം ഇതൊരു സേവയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 4-5 രോഗി ഉണ്ടെങ്കിൽ 4-5 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കണം. ഞങ്ങളുടെ എല്ലാ മെഡിസിൻസും അങ്ങനെ ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. ആ രോഗിയുടെ നിലയും ഇപ്പോൾ അദ്ദേഹത്തിന് കാല് പോകാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ ഇതിനകത്ത് ചേർക്കേണ്ട മരുന്നുകളിലും കഷായത്തിൻ്റെ കൂട്ടുകളൊക്കെ വേറെ ആയിരിക്കും. എന്നിട്ട് അതെടുത്ത് പൊടിച്ച് ഈ കഷായ കൂട്ടെടുത്ത് ഈ കഷായം കഴിക്കുകയും ഈ പൊടി കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തീരുന്നതാണ് അതിൻ്റെ കോഴ്സ്. ചിലപ്പോൾ 40 ദിവസം കാണും, ചിലപ്പോൾ 50 ദിവസം കാണും. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ 50 ദിവസം കൊണ്ട് നമുക്ക് പഥ്യപ്പീരിടാം. വലിയ പഥ്യമല്ല, ചെറിയ പഥ്യം. അതുകൂടെ കഴിയുമ്പോൾ ഇതുവരെ കൊടുത്തിട്ടവർക്കൊക്കെ ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. ഹലോ ഹലോ നമസ്കാരം, മെഡി ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എന്തോ ഇടുപ്പിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ കുറയും, വീണ്ടും വരും. ഇടുപ്പിന്റെ ഒരു ഭാഗത്ത് തുടയിലോട്ട് വേദന വരാറുണ്ട്. എന്താണ് അതിന്റെ? ഇടുപ്പിന്റെ അവിടെ നിന്ന് ഇടത്തെ ഭാഗത്തോട്ടാണോ വരുന്നത്? എവിടാ? അവിടെ നീര് കയറി കൊള്ളാറുണ്ടോ? അവിടെ നീര് വീക്കം വരുന്നുണ്ടോ ആ ഒരു ഭാഗത്ത്? ഇല്ല. അപ്പോൾ ഇത് അവിടെ നിന്ന് നമ്മുടെ നടുവിന്റെ ഭാഗത്ത് നിന്ന് മേളോട്ട് ഒരു ചാൺ പൊക്കത്തിൽ അകത്തല്ലേ ഈ പ്രശ്നമുള്ളത്? നടുവിലോട്ടൊന്നും അങ്ങനെ വേനില്ല, തുടയിലോട്ട് വരും. പിന്നെ ഇത് അവിടുന്ന് ഇത് അവര് പറയുന്ന ലുംബാർ സ്പോണ്ടിലൈറ്റിസ് എന്നാ പറയുന്നതിന്. അപ്പോൾ അവിടുന്ന് ആ വേദന വരുന്നത് അതിനുള്ളിൽ നിന്നും ഒരു വളരെ ലഘുവായിട്ടുള്ള ഒരു വെയിൻസിൽ നിന്നും ലിക്വിഡ് സ്പ്രെഡ് ചെയ്യുന്നതാണ് സംഭവം. അത് താഴോട്ട് വരും. അതിന് പഴുപ്പുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിവേദനയാകും. എന്നിട്ട് നമുക്ക് എഴുന്നേക്കാനൊക്കാത്ത അവസ്ഥ വരും, പെടലിരിക്കാൻ വയ്യാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമായത്. ഇപ്പൊ 50 വയസ്സിന് മേളിലായോ? 50 വയസ്സിന് മുകളിലായോ? സാധാരണ 45-50 വയസ്സിന് മുകളിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ചെയ്യേണ്ടത് ഈ പനാഷ്യ ഓയിൽ നല്ലവണ്ണം പുരട്ടുകയും അതിൻ്റെ കൂടെ തന്നെ കഷായം വെച്ച് കുടിക്കുകയും കിഴി കുത്തുകയും ചെയ്താൽ നമുക്കൊരു പകുതിക്കൊരു ആശ്വാസം പെട്ടെന്ന് കിട്ടുന്നതാണ്. അതൊരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഒട്ടുമുക്കാലും ആശ്വാസം കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ പനാഷ്യ ഓയിലാണ് അത് നമ്മൾ നല്ലപോലെ പുരട്ടണം. നല്ലപോലെ പുരട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം കിട്ടുമായിരുന്നു. ഓക്കെ, വിളിച്ചതിന് നന്ദി. അതുപോലെ നമ്മൾ ഈ നടുവേദന ഒട്ടുമിക്ക ആൾക്കാരിലും കാണുന്നുണ്ട്, അതുപോലെ സന്ധിവേദന. അതുപോലെ പിന്നെ ഈ മരത്തിന് മുകളിലോ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ നല്ല ആക്സിഡന്റ് പറ്റി കിടപ്പിലായവർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന സ്പൈനൽ ഷോക്ക് ഉണ്ടാകുക എന്ന് പറയും. ആ സ്പൈനൽ ഷോക്ക് ആക്സിഡന്റ് സംബന്ധിച്ചുണ്ടാകും. ഒരു വലിയ വീഴ്ച ഉണ്ടായാൽ പറ്റും, നല്ല ഇടി കിട്ടിയാലും പറ്റും ചില പർട്ടിക്കുലർ പാർട്സിൽ. ആ സ്പൈനൽ ഷോക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഈ ചലനശേഷി നഷ്ടപ്പെടുക, മാംസത്തിൻ്റെ ചലനശേഷിയും കൈയുടെ സ്പർശനശേഷിയും നഷ്ടപ്പെടും, തൊട്ടാലും അറിയത്തില്ല. അതൊരു 21 ദിവസം ഒരുപോലെ പോവും. 20 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ റിവേഴ്സ് വരും, തിരിച്ചൊരു പവറായിട്ട് വരും.
20 ദിവസം വന്നാൽ മറ്റു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ല ചുമ്മാ വീട്ടിൽ 20 ദിവസം ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കുമല്ല. അത് കഴിയുമ്പോൾ പിന്നത്തെ 20 ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന് ആ പഴയ ഒരു എനർജി ഉണ്ടാകും. പക്ഷേ ഇദ്ദേഹത്തിന് വരുന്ന പ്രശ്നം കൈയും കാലും ഉദ്ദേശിക്കുന്ന രീതിയിൽ ചലിപ്പിക്കാനോ പ്രവർത്തിപ്പിക്കാനോ പറ്റത്തില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളത് വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഈ മരുന്നും കഷായം കിഴിയും കളരിയുടെ ചികിത്സയൊക്കെ നമ്മൾ 10-21 ദിവസം കൊടുത്ത് അതിൻ്റെ ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുമ്പേ പറഞ്ഞ 4 കഷായം കൂട്ടി 1 കോഴിക്കൂട്ടാണ് പറഞ്ഞത്. അതുപോലെ 8 കഷായം കൂട്ടി ആടിൻ്റെ കൂട്ടുണ്ട്. അപ്പോൾ അതിലേത് വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഒരു പരിധി വരെ ചലിപ്പിക്കാനും എടുക്കാനും നടക്കാനും സ്വന്തം കാര്യം നടത്താനും ഒക്കെ പറ്റും. ഇത് തന്നെയാണ് നമുക്ക് ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത് ഉണ്ടാകുന്നത്. സ്പൈനൽ കോളത്തിന് മെഡുലസ് ബലാറിസ് എന്ന ഭാഗത്തിനോ കേട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കേണ്ടതായിട്ട് വരുന്നത്. അവരുടെ കാലിൽ നീര് കയറിക്കൊള്ളുക, കാലനക്കാൻ വലിയ പന്ത് പോലൊക്കെ ആയി വരും. അവർക്കും നമുക്ക് ഇതിൻ്റെ ഏത് മെത്തേഡാണെന്ന് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അതുപോലെ നല്ലൊരു രോഗിയുണ്ട്, സംസാരശേഷിയുടെ പോയൊരു രോഗി. ഇപ്പോൾ പുള്ളി കാർക്കിച്ച് തുടങ്ങി. ഞാൻ ചെന്ന് കാണുമ്പോൾ പത്തനംതിട്ടയില്ല, അദ്ദേഹത്തിൻ്റെ നാക്ക് അങ്ങ് ഉള്ളിപ്പോയി, ഒരു വശം തളർന്നു പോയി. അപ്പോൾ വാ വിളക്കാൻ പറഞ്ഞാൽ നാക്ക് നമുക്ക് കാണാനൊക്കത്തില്ല, നാക്ക് ചലിപ്പിക്കണമെന്നുണ്ട്, അത് അനങ്ങത്തില്ല. വായ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ നാക്ക് ആടും. അപ്പോൾ അദ്ദേഹത്തിന് കൈവിറയൽ, അദ്ദേഹത്തിനല്ല ആ രോഗം വരുന്നവർക്ക് അത് സ്ട്രോക്കാണ്. സ്ട്രോക്ക് വന്നിട്ട് വലതുവശത്തെ സ്ട്രോക്ക് വരുമ്പോൾ ഇടതുവശത്തെ ഭാഗത്ത് വരുന്നൊരു ഭാഗമാണ്. ഇടതുവശത്ത് വന്നാൽ വലതുവശത്ത് സംസാരശേഷി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ വായ അടച്ചു പിടിച്ച് ആ നാക്ക് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൈവിറയൽ, തലവിറയൽ, കാൽവിറയൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷണങ്ങളായിരുന്നു ആ രോഗമായിരുന്നു. അപ്പോൾ ആ കിടക്കുന്ന വ്യക്തിയെ പ്രാഥമിക ആവശ്യത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കൊച്ചു വടിയിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ പോയി വരാനുള്ള ഇപ്പോൾ ഒരു 48, 50, 52 ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് നമുക്ക് വരാം, ഒരു കോൾ എടുത്തതിന് ശേഷം. ആയിക്കോട്ടെ. ഹലോ ഹലോ, നമസ്കാരം. മെഡി ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ശ്രീജയാണ്. വൈദ്യരോട് ചോദിച്ചോളൂ. എനിക്ക് 39 വയസ്സായി. പക്ഷെ എനിക്ക് ആദ്യം ഒരു 2 വർഷം മുമ്പ് മൊത്തം വേദന വന്നാണ്. അപ്പൊ അത് ആർത്രൈറ്റിസിന്റെ ആണെന്ന് പറഞ്ഞ് കുറെ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ അത് അപ്പൊ നമ്മൾ ചെറിയ ആശ്വാസം കിട്ടി. എല്ലാം അലോപ്പതിയും ആയുർവേദം എല്ലാം നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് ജോലിയും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ സഡനായിട്ടുള്ള ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ ഉപയോഗിച്ച് പെയിൻ കില്ലൊക്കെ ഉപയോഗിച്ച് അതങ്ങ് കുറച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇപ്പം ദേഹത്തെ വേദന എല്ലാം നല്ലപോലെ പോയി. പക്ഷെ ഇപ്പൊ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഒരു ഞരമ്പ് ഇങ്ങനെ വന്ന് കൊളുത്തി വലിക്കണമെങ്കിൽ രാത്രി ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് ഭാഗത്താ? എനിക്കിപ്പോ മുട്ടിൽ മാത്രമാണ്, വലത് മുട്ടിലാണ് ഇപ്പൊ നല്ല വേദന. ഉണ്ട്, ബാക്കി ദേഹത്തൊന്നും നീരൊന്നുമില്ല ഇപ്പൊ. വലത് മുട്ടിന് വേദന വരുന്ന ആ ഭാഗത്ത് നീർക്കോളുണ്ടോ? ആ ഭാഗത്ത് നീരുണ്ടോ? വീക്കമുണ്ടോ? നല്ല നീര് ഉണ്ട്. അപ്പൊ ഇടത്തെ കാലിന്റെ നീര് കുറവില്ലയോ? എനിക്ക് പെയിന്റിലൊക്കെ മറന്ന് കുറയും. അതല്ല, വലത്തെ കാലിൽ നീര് കൂടുതലും ഇടത്തെ മുട്ടിൽ നീര് കുറവ് വലിയ ഉള്ളത് ഇപ്പം ഇല്ല. അപ്പൊ വലത്തെ കാൽ ഒരു മുട്ടിന് മാത്രമല്ലേ ഉള്ളത്? ഒരു മുട്ടിന് മാത്രമല്ലേ ഉള്ളൂ നീര്? അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു 14 ദിവസം ഈ ഓയില് നല്ലപോലെ ശരീരത്തിട്ട് ആ നീര് കുറയും. അല്പം നീരും വേദനയും കുറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 5 ദിവസത്തെ പഥ്യത്തോടെ ഒരു മരുന്ന് കഴിക്കണം. 5 ദിവസം ആ മരുന്ന് കഴിച്ചു തീർക്കുകയും 5 ദിവസം പഥ്യം ഇരിക്കുകയും വേണം. ആ 5 ദിവസം ഫ്രീ ആയിട്ടിരിക്കുക. ആകെ 10 ദിവസം കൊണ്ട് ആ രോഗം പൂർണ്ണമായിട്ട് ഒരു 90% നമുക്ക് മാറ്റിയെടുക്കാം. അതെ, ഇത് പെരുമുട്ടുവാദം എന്നതിന് പേര് പറയുന്നത്. ഇത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ആ നീര് നമുക്ക് പെട്ടെന്ന് മാറുന്നത് 10-15 ദിവസത്തെ സിസ്റ്റർ സഹകരിച്ചാൽ നമുക്ക് 10-20 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റിയിടാം. പെരുമുട്ടുവാദം എന്ന് പറയും. ഹലോ ഹലോ ചോദിച്ചോളൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഈ ഓയിൽ നമുക്ക് പനീഷ് ഓയിൽ പലർക്കും ആവശ്യമുണ്ടായിരിക്കാം. അത് കിട്ടേണ്ട വിധം നമ്മളിപ്പോൾ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പറിൽ SMS അയക്കുകയോ ആ നമ്പറിൽ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പനീഷ് ഓയിൽ ലഭ്യമാണ്.
അതുപോലെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ആ. നാക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു രോഗിയുടെ കാര്യം. പിന്നെ എങ്ങനെയാണ് അതിന്റെ നേരെയാക്കിയത്? എങ്ങനെയാണ് അതൊരു നമ്മള് സിദ്ധത്തിലൊരു മരുന്ന്, ഈ പരീക്ഷ കൂടാതെ സിദ്ധത്തിലൊരു മരുന്നുണ്ടാക്കും. അത് നമ്മൾ ഇത്ര അളവെന്ന് പറഞ്ഞാൽ ആളിൻ്റെ ആരോഗ്യം അനുസരിച്ചിട്ട് വെറ്റനീരിനകത്ത് അടിച്ച് വായിലൊഴിക്കും. എന്നിട്ട് വായ അടച്ച് പിടിച്ചോണ്ടും ആ നാക്ക് പ്രവർത്തിപ്പിക്കും. അങ്ങനെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴത്തേക്ക് നാക്ക് ഇങ്ങോട്ട് നീണ്ട് പഴയ വർഷം വരും. പക്ഷേ ഇദ്ദേഹത്തിന് അതിനേക്കാളും മുമ്പേ ഇദ്ദേഹത്തിന് നല്ല ട്രീറ്റ് ആ വീട്ടിൽ കിട്ടുന്ന വീടായിരുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ. അങ്ങനെ മാറി ഇപ്പം നാക്ക് നീട്ട് ഇപ്പോൾ ആ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കണ്ടീഷനിൽ കഴിഞ്ഞ ആഴ്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചികിത്സ ഫലപ്രദമായിരിക്കുകയാണ്. ബാക്കിയോടൊക്കെ ആകുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അതുപോലെ അങ്ങനെ ഒരാളെ കൂടെ മാറ്റിയിട്ടുണ്ട് ഇതിനു മുൻപ്. പാരാലിസിസ് വന്ന് തളർന്നു കിടക്കുന്നവരുടെ അത്തരം രോഗികളെ അത്തരം രോഗികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗുലോസിസ് ഫോം ആണെന്ന് നോക്കണം. ചില കൈയൊക്കെ ചുരുണ്ടു പോകും. ആ ഫോം ആണെങ്കിൽ അത് പൂർത്തീകരിച്ചെടുക്കാൻ നമുക്കൊരു 3 മാസം സമയം വേണം. 45 ഡേയ്സ് തന്നെ നമ്മുടെ കഷായവും കിഴിയും പനേഷ്യ ഓയിലും, അത് പിന്നെ ഇങ്ങനെ തൂത്താലൊക്കത്തില്ല. നമ്മൾ വെള്ളത്തിൽ മുക്കി കിടക്കുന്നതുകൊണ്ട് തൂത്തിടണം, എന്നാലേ ഇത് പിടിക്കത്തുള്ളൂ. അങ്ങനെ 8 മണിക്കൂർ 6 മണിക്കൂറോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നു പറഞ്ഞാൽ. പിന്നെ അത് പാരാലിസിസിൻ്റെ കണ്ടീഷൻ പറഞ്ഞാൽ ഇപ്പം തലയ്ക്ക് ക്ഷതം സംഭവിച്ച് നട്ടലിന് ക്ഷതം സംഭവിച്ച ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കൊന്നും അറിയത്തില്ല. പുള്ളി ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കും. അത് നോക്കി അപ്പം ആകെ നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യും. നമ്മൾ നോക്കിയിരിക്കുന്ന ആൾ നമ്മളെ കാണുന്നില്ല. നമ്മളെന്തോ കാണിച്ചാലും ഒരു കളർ കാണുന്നില്ല. ഓരോ ചെവി പരിശോധിക്കുമ്പോഴും ഈ ചെവി അപ്പത്തേക്ക് ഒരു ശബ്ദം കേൾപ്പിച്ചാൽ പുള്ളി കേൾക്കുന്നില്ല. 2, മൂക്കിന് എന്തെങ്കിലും ഒരു പൂവെല്ലാം കടുത്ത മണം അറിയുന്നില്ല. അതിൻ്റെ ബാഡ് സ്മെല്ലാതെ അതും അറിയുന്നില്ല. അപ്പോൾ ഓരോരോ പോർഷൻസ്, വേഗസ് നെർവസ്, ഓൾഫാക്ടറിയ, ഒബ്സസ്റ്ററി, ഇങ്ങനെ 10-12 നെർവസ് ഉണ്ട് നമ്മുടെ തലയ്ക്കകത്ത്. ഈ ഘട്ട് ഈ വിടുന്ന് ഈ ഭാഗത്ത് വരുന്നതിനകത്ത് എന്തെല്ലാം, ഇപ്പം ഒരു ശകലം വെള്ളം കൊടുത്തു കഴിയുമ്പോൾ പുള്ളിക്ക് ഇറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മൂക്കി കൂടെ ഇറങ്ങി വരും. അപ്പോൾ ആ തലയ്ക്കും നട്ടലിനും കൂടെ ഒന്നിച്ച് വന്നൊരു ക്ഷതമാണ്. അങ്ങനെയുള്ള രോഗിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് 5% നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. 5% പറയുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സമയം പോലെ ഇരിക്കുകയും ചെയ്യും. അത് പിന്നെ ചികിത്സ എന്ന് പറയുന്നത് രാവിലെ രോഗിക്ക് കൊടുക്കേണ്ട കട്ടൻ കാപ്പി, ഔഷധ കാപ്പി ഞങ്ങൾ കൊടുക്കും. അതിൻ്റെ മെഡിസിൻ കൊടുക്കും, അതിട്ട് ചെയ്യുക. കഞ്ഞി കൊടുക്കേണ്ട ഔഷധ കഞ്ഞി, കുളിക്കേണ്ടത് ഔഷധത്തിൻ്റെ വെള്ളം, അങ്ങനെ തുടങ്ങുന്നത് തൊട്ട് ലാസ്റ്റ് വരെ ഔഷധം കൊണ്ട് മാത്രമുള്ള 45 ഡേയ്സിൻ്റെ ടെസ്റ്റാണ്. ആ 45 ഡേയ്സിൽ ഒരു ദിവസം പുള്ളിക്ക് 6 ലിറ്റർ പനേഷ്യ ഓയിൽ വേണ്ടി വരും. ആണ് എവിടെയും ചലിപ്പിച്ച് നമുക്ക് എടുക്കണ്ടായി. ഇത് നമ്മൾ വീട്ടിൽ കിടത്തിയുള്ള ചികിത്സയാണെങ്കിൽ വീട്ടിൽ കിടത്തി ചികിത്സ പണ്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോകാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ബുക്കിംഗ് പെൻഡിങ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ 2 ദിവസത്തേക്ക് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാസം എല്ലാം ഒന്ന് ഡെവലപ്പ് ആകുമെന്ന് വിചാരിക്കുന്നു. അതിനിടയിൽ 1-2 വിദേശ യാത്രകളും വന്നിട്ടുണ്ട്. നമ്മൾ അനുഭവസ്ഥരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. എങ്ങനെയാണ് ഈ കുവൈറ്റിലുള്ള ബിജി മാത്യു എന്ന ആളുടെ? ബിജി മാത്യു പുള്ളി കോഴശ്ശേരിക്കാരനാണ്. അപ്പോൾ റിഗി ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ജോലി കളഞ്ഞിട്ട് പോരുള്ളെന്നുള്ള ധാരണയും വന്നതാണ്. പുള്ളി കേരളത്തിലെ പ്രശസ്തമായ 2 ഹോസ്പിറ്റല്, സാറ്റിങ്ങും അൾട്രായും MRI ഒക്കെ ഒത്തിരി ചിലവാക്കി. അത് കഴിഞ്ഞപ്പോൾ ഈ തല കറക്കം മാറുന്നില്ല. അതാണ് പുള്ളിയുടെ പ്രശ്നം. മെഡില്ലായും ഈ ബ്രെയിനുമായിട്ടുള്ളൊരു പ്രശ്നത്തിലാണ് അതുണ്ടാകുന്നത്. അതിന് വെർട്ടക്സ് എന്ന് സാധാരണ നമ്മൾ പറയും. ആ വെർട്ടക്സിന് നമ്മൾ ആദ്യം 21 ദിവസമേ കൊടുത്തുള്ളൂ. പനാഷ്യ ഓയിലും കിഴിയും കഷായവും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആട്ടുമാംസം ഉണ്ടാക്കുന്ന, അത് ഭൂതരപട വിട്ടുണ്ടാക്കുന്ന ഒരു ഔഷധമാണ്. മറ്റേ കോഴിയുടെ കൂട്ടാൻ അതിന് പ്രയാസമുള്ളതാണ്. അത് നമ്മൾ തലയിൽ ഒരു തുണി വെച്ചിട്ട് 9 ദിവസം തലേധാര കോരും. അവിടെ തലേധാര കോരി കഴിഞ്ഞാൽ കിടത്തിയിട്ട് മൂക്കിൽ 2 നിറച്ച് വെക്കും, ചെവിയിലൊഴിക്കും, വായിലൊഴിക്കും. അപ്പോൾ അങ്ങനെ അതിന് പറയാം തർപ്പണക്രിയ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പല ഹോസ്പിറ്റലുണ്ട്. പക്ഷേ മെഡിസിൻ ഞങ്ങളുടേതല്ല എന്നുള്ളതേ ഉള്ളൂ, മെഡിസിൻ വേറെയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറവ് വന്നപ്പോൾ ചെവിക്കകത്ത് നേരത്തെ എരപ്പൊക്കെ ഉണ്ടായിരുന്നു, എരപ്പൊക്കെ മാറി വന്നപ്പോൾ പിന്നെ നമ്മൾ ഒറ്റമൂലി എണ്ണ കൊടുത്തിട്ടുണ്ട് തലയിൽ തേക്കാൻ. 200 മില്ലി തേച്ചപ്പോഴത്തെ തലകറക്കം കംപ്ലീറ്റ് മാറി. ഞാൻ പറഞ്ഞ് മാറുന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കണം. അത് കഴിഞ്ഞപ്പോൾ എന്നാലും ഉപയോഗിക്കാം. ഇപ്പോൾ 2 മാസത്തിന് മുമ്പ് വന്നപ്പോൾ ഇപ്പോൾ എപ്പോൾ വന്നാലും 1/2 ലിറ്റർ വെച്ച് വാങ്ങിച്ചോടെ വെച്ചേക്കും, ഉപയോഗിച്ചില്ലേലും ഉപയോഗിച്ചാലും. അങ്ങനെ സന്തോഷമായിട്ടിരിക്കും. അടുത്ത കോളിലേക്ക് പോവാം.
ഹലോ ഹലോ, നമസ്കാരം. മെഡി ടൈമിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടർ മോഹൻ അല്ലേ? അതെ, വൈദ്യരുണ്ട്, സംസാരിച്ചോ. ഡോക്ടർ, എനിക്ക് ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. എന്താണ്? ഡയബറ്റിക്. പറഞ്ഞാട്ടെ. അപ്പൊ എനിക്ക് ഈ കാലിന്റെ തരിപ്പൊക്കെ ഇല്ലേ, ആ അത് പിന്നെ കാലുമ്പോൾ ചെരുപ്പ് കൊള്ളുന്ന പെട്ടെന്ന് അറിയാതിരിക്കുക, ഊരി പോവാ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഈ ദേഹാസകളിൽ ചുടുകുരു പൊന്തുക, ഓട്ടുമ്പള്. അതിപ്പോ പ്രത്യേകിച്ച് സമ്മർദ്ദത്തിലാണ് എനിക്ക് കൂടുതൽ വരുന്നത്. പിന്നെ ഡയബറ്റീസിന്റെ ഒരു അസുഖമുണ്ട്, കുറച്ച് പറയാൻ തുടങ്ങിയിട്ട്. അതിനെന്തെങ്കിലും ഡോക്ടറെ? നമുക്കിപ്പോൾ ഡയബറ്റിക്കിന്റെ വന്നതിന് ശേഷം ഇല്ല അങ്ങനെ കാലിലൊക്കെ പൊട്ടുപോലൊക്കെ വന്നത്? അതൊന്നുമില്ല. ഇല്ല, കാലെ പാടുകളൊന്നും വീഴുന്നില്ല. ഇല്ല. ഡയബറ്റിക് ഇപ്പൊ നോർമലായിട്ട് നിൽക്കുക. ഡയബറ്റിക് ഇപ്പൊ നോർമലായിട്ട് നിൽക്കുകയല്ലേ? അല്ല, എനിക്കിപ്പോ അങ്ങനെ ഡയബറ്റിക്കിൽ ചില ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട്, ഗുളികകൾ കഴിക്കുന്നുണ്ട്. അത് വേണം, അതെല്ലാം കഴിക്കണം. ഈ പെരുപ്പ് മാറാനും കാലിന്റെ തരിപ്പ് അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ ഇതില്? കാലിന്റെ പെരുപ്പ് മാറാനും, കാലിന് പെരുപ്പ് തന്നെയല്ല, കാലിന് കഴപ്പുണ്ടാകും കിടക്കുമ്പോൾ പല പല പ്രോസസ്സിങ് ഉണ്ടാകും. അതിന് ഈ തൈലം മാത്രം പുരട്ടിയാൽ മതി, അല്ല അതിന് കഷായവും കിഴിയും ഒന്നും കുടിക്കണ്ട. ഈ ഓയിൽ വാങ്ങിച്ച് അങ്ങ് നല്ലവണ്ണം തൂത്തിട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. അങ്ങനെ ദിവസേന ഒരു 10-14 ദിവസം ആകുമ്പോഴത്തേക്ക് അതിനൊരു കുറവ് കിട്ടും. പിന്നെ ആവശ്യം പെയിൻ ഉണ്ടാകുന്നുണ്ട്, അതങ്ങ് മാറിക്കിട്ടും. അത് ശരി. അപ്പൊ ഈ കഷായം അന്ന് ഞാൻ അവിടെ സംസാരിച്ച ഏജന്റായിട്ട്, അപ്പൊ പുള്ളിക്കാരൻ അത് എന്നോട് പറഞ്ഞിട്ട് നമ്മുടെ ഓയിലുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ ഈ കഷായത്തിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കഷായം കൊണ്ട് നമുക്ക് ഡയബറ്റിക് കുറഞ്ഞില്ലെങ്കിലും ഈ ഉള്ളിലെ വേദനകൾ കുറച്ചെടുക്കാൻ പറ്റും. ഹലോ, ടിവിയുടെ ഓളി ഒന്ന് കുറച്ച് വെച്ചിട്ട് സംസാരിച്ചോളൂ. ഇനി ചോദിച്ചോളൂ. കഷായം കൊണ്ട് പറഞ്ഞോ. അപ്പൊ ഈ കഷായം ഉണ്ടല്ലോ, നമ്മുടെ ഏജന്റിന് ഫോൺ ചെയ്താൽ കിട്ടുമോ ഡോക്ടറെ? കിട്ടും. അപ്പൊ ആ കഷായത്തിന്റെ പേരെന്താണ്? അതിന് ഇവിടെ കൊടുത്ത പേര് മഹാവാദ കഷായം എന്നാ. മഹാവാദം കഷായം. അതെ, അത് തന്നെയല്ല, 10-16 ഗുണങ്ങൾ വേറെയും കിട്ടുന്നതാ. അത് ശരി. അപ്പൊ ഈ മഹാവാദം കഷായവും ഈ പറഞ്ഞ തൈലവും മാത്രം മതി. അത് രണ്ടും മാത്രം മതി. ഇപ്പൊ തൽക്കാലം അത് മതി. അത് മതിയില്ലേ? അപ്പൊ അത് ഈ പറഞ്ഞ ഏജന്റിന്റെ നമ്പർ അന്ന് എനിക്ക് നോട്ട് ചെയ്ത് കിട്ടിയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു ഞാനേ. ശരി. അപ്പൊ പറഞ്ഞു അതെനിക്ക് എന്നാന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വൈദ്യരെ നമുക്കിപ്പോ നേരിട്ട് കാണാം. പറഞ്ഞു ഞാൻ അടുത്ത മാസം തൃശ്ശൂർ വരണമെന്ന്. ശരി. വൈദ്യരെ നേരിട്ട് കാണാനുള്ള അവസരമുണ്ട്. തിരുവനന്തപുരത്ത് കൈതമുക്കിൽ പ്രവർത്തിക്കുന്ന പുതിയ ഓഫീസിൽ. തൃശ്ശൂർക്ക് വരുന്നുണ്ട്, ഗുരുവായൂർ. തൃശ്ശൂർ എങ്ങനെ? ഇപ്പോൾ ഈ മാസത്തെ ഫിക്സ് ചെയ്തിട്ടില്ലൊന്നും. ഈ വിളിച്ചവരുടെ എല്ലാ നമ്പറിലൂടെ ഫീഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു സാഹചര്യം വന്നാൽ എല്ലാരും വിളിച്ചിട്ട് വരും. അതെയാ? അപ്പൊ എനിക്കിപ്പോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഇന്ന് 12:30 ഇവിടെ വരുന്നു ടിവിയില്. ശരി. അപ്പൊ അത് ഡോക്ടറെ സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കുറെ ട്രൈ ചെയ്യണു. ശരി. അപ്പൊ നമ്മൾ ഈ കഷായവും ഈ പറഞ്ഞ തൈലവും അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ കഷായത്തിന്റെ പേര് ഒന്നു പറഞ്ഞ ഡോക്ടറെ? മഹാവാദ തൈലം. മഹാവാദ കഷായം. അപ്പൊ ഞാൻ സംസാരിച്ചോളാം. ശരി ഡോക്ടർ. വിളിച്ചതിന് നന്ദി. വൈദ്യരുടെ ചികിത്സ ആവശ്യമുള്ളവർക്ക് തിരുവനന്തപുരത്ത് കൈതമുക്കിൽ പ്രവർത്തിക്കുന്ന BSNL ഓഫീസിന് സമീപമുള്ള റോയൽ ഹെറിറ്റേജ് ഓഫീസിൽ സമീപിച്ചു കഴിഞ്ഞാൽ വൈദ്യരെ നേരിട്ട് കാണാവുന്നതാണ്. എല്ലാ ശനിയും ഞായറും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യരുടെ സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് സെക്ഷുവൽ മെഡിസിൻ. മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ തന്നെയും ആ ന്യൂസ് വരാറുണ്ട്, പരസ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്താണ് ഇത് ശരിക്കും ഇങ്ങനെ ഒരു ചികിത്സ? ഇത് കേരളത്തിൽ ഇത്രയധികം ആൾക്കാർ ഇത്തരം ചികിത്സ തേടി പോകുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന ചില വസ്തുതയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിന്റെ വിശ്വാസ്യത എത്രത്തോളമാണ്? ഇതിന്റെ വിശ്വാസ്യതയെ പറ്റി ഞാൻ തിരക്കാറുണ്ടായിരുന്നു. പത്രം എടുത്ത് ഹെൽത്ത് സെക്ഷനിൽ ആയുർവേദ കോളം എടുത്താൽ പിന്നെ ലൈംഗിക പരാജയം, ബലഹീനത, വലിപ്പമില്ല, നീളമില്ല, പുള്ളിക്കുമില്ല, ഭാര്യയ്ക്കുമില്ല, പിന്നെ അതുകൂടാതെ കൊണ്ട് പുള്ളിക്ക് ഒത്തിരി പ്രശ്നങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 90% ആൾക്കാരും
ലൈംഗിക പരാജയത്തിൽ അടിമപ്പെടുകയാണെന്നുള്ളതാണ് 10-20 വർഷത്തെ പത്രപരസ്യം ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ അങ്ങനെ ഒരു പബ്ലിസിറ്റിയാണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഉത്തരേന്ത്യക്കാർക്ക് ജനിച്ചതാണോ എന്നൊരു സംശയം ഇപ്പോഴാണ് എനിക്കുണ്ടാകുന്നത്. ചിലപ്പോൾ ആയിരിക്കും, കാരണം അവരിപ്പോൾ അതിപ്രസരം ഇങ്ങോട്ട് കിടക്കുക. അത് വേറൊരു കോൾഡ്. ഇതിന് ആയുർവേദത്തിൽ സിദ്ധത്തിലെ മരുന്ന് നമ്മൾ ഉപയോഗിക്കത്തില്ല, കാരണം സൈഡ് എഫക്റ്റ് വരും. ഇപ്പോൾ വയാഗ്ര എന്നൊരു ഗുളിക നമുക്കറിയാവുന്നതാണ്. $26-30 വിലയാണ് ഒരു പീസിന്, മീൻസ് 150-200 രൂപ വിലയാണ്. അതേ പവറിലുള്ള ആയുർവേദ മെഡിസിൻസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഉണ്ടാക്കി അതിൻ്റെ പൊടി കിട്ടും, പൗഡർ പാലി കഴിക്കുക, ലേഹ്യമുണ്ട് അത് കഴിക്കുക. ഇത് കഴിക്കുന്ന വിഷം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഈ ഗ്രന്ഥത്തിലെ വിഷം വെച്ച് പറയുകയാണെങ്കിൽ 2 റാത്തൽ കഴിക്കണം എന്നാണ് പഴയ കണക്കാണ്. ഒരു റാത്തൽ പറയുമ്പോൾ 450 ഗ്രാമേ വരത്തുള്ളൂ. അപ്പോൾ 1 കിലോ ഒരാൾക്ക്, ദാറ്റ് മീൻസ് അത് 1 വർഷത്തേക്ക് അയാൾക്ക്. പിന്നെ അയാളുടെ ആ ഞരമ്പുകൾ ക്ഷീണിച്ചിരിക്കുന്നതൊക്കെ ഉണർത്തി കിട്ടാൻ ഈ പനാഷ്യൂലെ പോലെ പെരട്ടി മാസേജ് ചെയ്യാൻ വേറൊന്നുമില്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഇതിനകത്തൊരു ചെറിയ ഗ്രന്ഥം ഇരിപ്പുണ്ടായിരുന്നു, വേണ്ടിയത് നേരത്തെ മേളി വെച്ചേക്കുക. വാത്സ്യായൻ എഴുതിയ ഒരു ഗ്രന്ഥമെന്നാണ് അതിന് പറയപ്പെടുന്നത്. ഇതിനും വർഷങ്ങളൊത്തിരി പഴക്കമുണ്ട്. ഇപ്പോൾ കാമസൂത്രം, കാമശാസ്ത്രം ആദ്യമായിട്ട് എഴുതിയ വ്യക്തി എന്നുള്ള അർഹതയായ ഭാരതീയൻ ഇദ്ദേഹത്തിൻ്റെ പേരാ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം അല്ല എഴുതിയത്. ആദ്യം എഴുതിയ വെബ്ബരായർ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു ഭാരതീയ മഹർഷിയാണ് വെബ്ബരായർ. പിന്നെ അദ്ദേഹം എഴുതിയതെന്ന് പറഞ്ഞ ദോഷം 1100 പേജുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിക്കവാറും കീറി മുറിച്ച് അങ്ങ് എഴുതി. അപ്പോൾ അത് കൊണ്ടു നടക്കാനൊക്കെ ഇതാകുമ്പോൾ കൊണ്ടു നടക്കാം. ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ. ആ ലൈംഗിക ശാസ്ത്രം അറിയാത്ത, ഇപ്പോൾ സൈക്കോളജി, സോഷ്യോളജി എന്ന് പറയുന്നതോട്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സെക്സോളജി. ഇതിൻ്റെ അപാകത മൂലമാണ് നമ്മൾ കാണുന്ന ഈ കോടതി കേസുകൾ, ഈ പ്രശ്നങ്ങൾ, ഈ രാജ്യത്ത് നടക്കുന്ന വീട്ടിൽ അത്താഴം വെച്ച് ഒന്നിച്ച് കഴിക്കാനൊക്കാത്ത, ഇതെല്ലാം അവർ തമ്മിലുള്ള അന്യോന്യ പ്രശ്നങ്ങളാണുള്ളത്. വാത്സ്യായൻ്റെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്നത് മദനക്കളിയാടുവാൻ മംഗമാർക്ക് മനസ്സില്ല ബലക്ഷയം 20 സാധുവായാൽ പരമാർത്ഥം ഭീമനെ പോലെ. ആ പവർ ഉണ്ടാവണം. അപ്പോൾ ഈ പത്രത്തിക്കാർ കൊടുത്തേക്കുന്നത് പുരുഷൻ ആനന്ദകാരം, അപ്പോൾ സ്ത്രീ എന്ത് കൊടുക്കും? ചേടാ, ഇതിനകത്ത് പറയുന്നത് ഒരാൾ അയാളുടെ ഇണയുമായിട്ട് ചേരണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ അനുവാദം കൂടെ വാങ്ങിക്കണം. അങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ ഈ ശാസ്ത്രം പഠിച്ചിരിക്കുന്നത് നല്ല കാര്യത്തിൽ. അതിൻ്റെ ഇപ്പോൾ കാണുന്നത് എന്തുവാ, അമ്മയുടെ ഒക്കെ 6 മാസം പ്രായമായൊരു കുഞ്ഞ് പാല് കുടിച്ച് കിടക്കുക, അതിനെ രാത്രി കിട്ടുന്നവരെടുത്തോണ്ട് ഓടുക. 6 മാസമുള്ള കുഞ്ഞിന് പ്രായം എടുത്തോണ്ട് നമ്മൾ വിചാരിക്കും കുഞ്ഞിന് ശനി വന്ന് എടുത്തോണ്ട് പോവുക ആശുപത്രിയിലോട്ടൊന്ന്. അല്ല, ശനി വരുത്തിയിട്ട് അതിനെ റെയിൽവേ പാളത്തിൽ കളയാനായിട്ട് കൊണ്ടുപോകുക. പിന്നെ പിടിച്ചു കഴിഞ്ഞാലോ, ഇന്ന് 5 പേരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ന്യൂസ് കിട്ടിയാൽ 5 ഭീകരരായ ആൾക്കാരെയോ കൊലപാതകരെയോ കള്ളന്മാരെയോ പിടിച്ചുകൊണ്ട് വന്നാൽ പിടിക്കുന്നതിന് മുമ്പ് തന്നെ 6 ചാക്ക് പണിഞ്ഞു വെച്ചേക്കും തലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ. കാര്യം സമൂഹത്തിൽ ഇവരെ കാണാൻ പാടില്ല. ഇവരുടെ അന്തസ്സിന് കോട്ടം തട്ടുന്ന ഒരു പ്രക്രിയകളും ഇവരെ കണ്ടു കഴിഞ്ഞാലേ തിരിച്ചറിയത്തുള്ളൂ. അടുത്ത കോൾ വന്നിട്ട് നോക്കാം. ഹലോ ഹലോ, കോൾ കട്ടായി. ഒരു ശാസ്ത്രീയത, നമ്മൾ ഇത്തരം പരസ്യങ്ങളിൽ ഒരിക്കലും ഒരു ശാസ്ത്രീയത. ഇപ്പൊ ഉദാഹരണം, ഏതൊരു പാർട്ടിലോട്ട് മെഡിസിൻ അല്ലെങ്കിൽ സെറിബ്രൽ ട്രാക്ടർ വർക്ക് ചെയ്യണം, ഈ മെഡിസിൻ പ്രവർത്തിക്കണേൽ. അപ്പോൾ ഇപ്പോൾ ഒരു ഔഷധക്കാരൻ പറയാണ്, ഞാൻ ഒരുപാട് ചികിത്സ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു എൻ്റെ അടുക്ക ചെന്നപ്പം അയാളുടെ രോഗമെല്ലാം മാറി. അപ്പോൾ ഈ ഷർട്ടിനും പാൻറ്റിനും ഒക്കെ തയ്യക്കാരൻ നീളം കൂട്ടുന്ന കൂട്ടാണ്. ഇപ്പോൾ ഷർട്ടിന് തുണികൾ കൊടുത്തപ്പോൾ എവിടം വരെ വേണം നീളം? എനിക്ക് കാൽപാദം വരെ വേണം. അപ്പോൾ ഈ വൈദ്യനോട് ചോദിക്കുക എത്രയും നീളം വേണം? അത് പറ്റത്തില്ല, ഇയാൾ തട്ടി നടന്ന് പോയാൽ ഉരുളി എടുത്തിട്ട്. അപ്പോൾ അത് പ്രശ്നം. അപ്പം പറഞ്ഞൊരു കാര്യം, മുട്ട് വരെ ആക്കിത്താ. അത് പറ്റത്തില്ല, ഇയാൾ മുട്ടിടിച്ച് താഴെ പോകും. മുട്ടിന് ഒരു താക്കിത്തരാം. അതങ്ങനെ. വണ്ണം കഴിക്കുന്നത് വേണ്ടി വേണം. ഇപ്പോൾ എനിക്കൊരു 18 ഇഞ്ചുണ്ട്, അത് എനിക്കൊരു 36 ഇഞ്ച് വരെ ആക്കാനോ അത് ബാക്കി. അപ്പോൾ ഇത് രണ്ടും ട്രീറ്റ്മെൻറ്റ് 2 മണിക്കൂറാക്കി ചെയ്തു. മോഡേൺ ആയുർവേദിക് മെഡിസിൻ ചെയ്തിട്ട് അയാൾ നടന്നിങ്ങനെ പോവുക, ഒരാളിൻ്റെ ചവിട്ടി പോയി കുത്തിയിരിക്കുക, നടക്കാൻ വയ്യാഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് വാസ്തവത്തെ കുമാരനാശാൻ വർണ്ണിച്ചത്
ഏതോ ഭാരം കൊണ്ടൊക്കെ എഴുന്നേറ്റ് കിടക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഇരിക്കുന്നതെന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഈ പനേഷ്യ ഓയിലിൻ്റെ ഒരു ഗുണം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഏത് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഏത് അവസ്ഥയിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ്. മാത്രമല്ല മറ്റ് ഗന്ധങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഒന്നുമില്ല ഇല്ല എന്നുള്ളത്. ഇത് പുരട്ടിക്കൊണ്ട് നമുക്ക് ഓഫീസിൽ ജോലിക്ക് പോവാം. കാരണം ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയാണ്. 66 കൂട്ടം ഔഷധത്തിൽ 46 കൂട്ടം കഷായത്തിനും 23 കൂട്ടം നമുക്ക് അങ്ങാടിക്ക് ചേർത്താണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. 1 ലിറ്റർ ഉണ്ടാക്കണേ 16 ലിറ്റർ വെള്ളം വെച്ചിട്ട് 4 ലിറ്റർ കഷായം എടുത്തിട്ട് ആ 4 ലിറ്റർ കഷായത്തിൽ 1 ലിറ്റർ എണ്ണയും ബാക്കി പൊടിയിട്ട് ചെറിയ തീയിൽ എരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് പാകമാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കേരളത്തിൽ വെളിയിലൊക്കെ വന്ന ഓർഡറുകൾ ഇപ്പം ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുക. ഇപ്പം കേരളത്തിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല. അതും ഇപ്പം നമ്മൾ ഈ ആഴ്ച അല്ല എന്തായാലും ഏപ്രിൽ കൊണ്ട് നമ്മളൊരു പൂർണ്ണ ഫലലക്ഷ്യയിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീപൊള്ളിയാ പുരട്ടാം. ഇപ്പൊ കാലിന്റെ ഉപ്പൂറ്റി വിണ്ട് കീറി വരുന്നത് ഇവിടെ അതിനൊത്തിരി മരുന്ന് പുരട്ടുന്നവരുണ്ട്. ഇത് മാത്രം ചുമ്മാ പുരട്ടി വെച്ചാൽ മതി. അപ്പോൾ ഒരു ഇതുകൊണ്ട് നമുക്ക് 10-80 രോഗത്തിന് ഇത് ആക്ഷനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ തല ചേക്കത്തില്ല, തല ചേക്കുന്ന നല്ലത്. ഇപ്പോൾ നമ്മൾ തലയിൽ താരൻ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചും ധാരാളം പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനെല്ലാം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ ചൂർണം അല്ലെങ്കിൽ എണ്ണ അങ്ങനെ എന്തെങ്കിലും ഒരു മറ്റം ഫാർമസിയുടെ താരൻ പോകുന്നതായ എണ്ണകൾ എൻ്റെ കയ്യിലില്ല, ഇന്ന് മാർക്കറ്റിലും ഇല്ല. പരസ്യം മാത്രമേ ഉള്ളൂ എണ്ണയുടെ. ഒരെണ്ണവും അങ്ങനെ എണ്ണ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കൊരു കോൾ എടുത്തിട്ട് സംസാരിക്കാം. ഹലോ, സംസാരിച്ചോളൂ. ഡോക്ടറെ, എന്റെ പേര് ഗീത എന്നാണ്. എന്റെ ഒരു 1.5 മാസമായി എന്റെ കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. ചുമ്മാ നിലത്ത് വീണതാണ്. അപ്പൊ ഞങ്ങളൊരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോ എന്നോട് പറഞ്ഞ് കയ്യിന്റെ ഇച്ചിരി മസിൽസും പോയിന്റെ അവിടുന്ന് ഇച്ചിരി മജ്ജ് ഇറങ്ങി പോകുന്ന ചെറിയൊരു പീസ് ഒടിഞ്ഞും പോയി മുട്ട് കൈയുടെ വലത്തെ കൈയുടെ മുട്ടിന്റെ അവിടെയായിട്ട്. ഞങ്ങളിവിടെ അടുത്തൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ച് പിറ്റേ ദിവസം ഞങ്ങളൊരു ഓപ്പറേഷൻ അവർ ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ചെറിയൊരു അസ്ഥി പൊടിഞ്ഞിരിക്കുക, അത് കുത്തി കയറും എന്നൊക്കെ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ 1.5 മാസത്തോളമായി. കൈ ശരിക്കും നീരുന്നില്ല. ഒരു തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും നമുക്ക് ചെയ്തിട്ട് കൈ ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തിട്ടും ശരിക്കും കൈ അങ്ങോട്ട് ആകുന്നില്ല. എനിക്ക് വലത്തെ കൈയുടെ ഈ പെടലിയുടെ അവിടെ നിന്ന് ഒരു വേദനയാണ്. നീരുണ്ടോ കൈക്ക്? എന്തോ ശകലം നീരില്ലേ കൈക്ക്? ശകലം നീരുണ്ടായിരുന്നു. നീരിപ്പൊ പറ്റി. ഇപ്പൊ ഉള്ളം കൈയുടെ അകം വരെ പുകയോ. അപ്പൊ ഞാൻ ആപ്പാടെ ഒരു സങ്കടത്തിലിരിക്കുവാ. പിന്നെ ഡയബറ്റിക്കിന്റെ അസുഖം ഉണ്ടോ? ഷുഗറിന്റെ? ഇല്ല ഇല്ല ഇല്ല, അതൊന്നുമില്ല. അപ്പൊ സിസ്റ്റർ ഒരു കാര്യം, ഇപ്പൊ എനിക്ക് കൈ നൂർത്താൻ പറ്റുന്നില്ല. കൈ മുകളിലോട്ടും പോകുന്നില്ല. വില്ല് പോലെ കൈയുടെ മുട്ട് കൈയുടെ അവിടെ പോലെ ഇരിക്കും. മറ്റേ കൈക്കോ? മറ്റേ കൈക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിക്കെട്ടി വെച്ചെടുത്ത് വല്ല പ്രശ്നം ഉണ്ടോന്ന് എനിക്ക് ഇനി അങ്ങോട്ട് പോകാനും കഴിയല്ല. അപ്പൊ ഒരു കാര്യം ചെയ്താട്ടെ, ഈ തൈലം മാത്രം വാങ്ങിച്ചിട്ടേ നല്ലപോലെ കിഴണം. എന്ത് തൈലാണ്? പനാഷ്യ ഓയിൽ എന്ന് പറയാം. അതിന്റെ നമ്പർ കാണിച്ചു തരും. അതിന് സിസ്റ്റർ ഓർഡർ ചെയ്താൽ മതി, അവർ അയച്ചു തരും. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പനാഷ്യ ഓയിൽ കിട്ടും. ഇപ്പൊ കാണിക്കുന്നുണ്ട് ആ നമ്പർ. എന്നിട്ട് നല്ലപോലെ ഇട്ടിട്ട് അവർ കിഴിയുടെ ഒരു പാക്കറ്റ് തരും. അത് തുണിക്കകത്തൊരു കിഴി കെട്ടി ചെറിയ ചൂടോടെ ആ ഒടിഞ്ഞ ഭാഗത്ത്, വീക്കമുള്ള ഭാഗത്ത്, നീരുള്ള ഭാഗത്ത് പതുക്കെ തൂത്താട്ടെ. ദിവസവും അത് കയ്യെ തൂത്ത് കഴിഞ്ഞാൽ 3-4 മണിക്കൂർ കയ്യെ കിടന്നോട്ടെ. വാട എടുക്കുന്നൊന്നും അല്ല, എവിടെ വേണം പോവുകയും ചെയ്യാം. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പം ഇന്നത്തെ എൻ്റെ പകുതി ആശ്വാസം കിട്ടും. അങ്ങനെ 14 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാട്ടെ. അപ്പോഴത്തേക്ക് ഇത് ഒരു 50%-60% കുറവ് കിട്ടിയിരിക്കും. കൈ പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യാം. വൈക്കത്ത് അല്ല, ഈ നമ്പറിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരും സിസ്റ്ററിന്. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. ആ അക്കൗണ്ട് നമ്പറിൽ പണം അടയ്ക്കണം. അക്കൗണ്ട് നമ്പർ ഇതാണ്: 1000-2000-54353. അക്കൗണ്ട് നമ്മളല്ലെങ്കിൽ ഈ കാണിക്കുന്ന നമ്പറിലേക്ക് SMS ചെയ്താലും മതി. ഹലോ ഹലോ
മാഡം ഈ നമ്പറിലേക്ക്, നമ്മളിപ്പോൾ കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും, നമ്പർ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. 1030 10 10 300 2 000 54 353. മോളെ ഈ നമ്പറിലേക്ക്, ഇപ്പൊ കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും പനേഷ് ഓയിൽ ലഭ്യമാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. പനേഷ് ഓയിലിന് നമ്മൾ അത്ഭുതകരമായ ഫലം ചെയ്യുന്ന ഒരു ദിവ്യ ഔഷധമായിട്ടാണ് പറയുന്നത് അല്ലേ? അതെ. ഇത് നമ്മൾ മറ്റേ വൈദ്യീകരണ രസായനത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഏറ്റവും ഇന്ന് വേൾഡിലുള്ളത് ഞങ്ങളുടെ ഈ ശാസ്ത്രപ്രകാരം ഫണിപതി രസമാലിക എന്നും പറഞ്ഞൊരു കൂട്ടുണ്ട്. അത് 3 വർഷത്തിലൊരിക്കൽ കഴിച്ചാൽ മതി ഒരു സെക്സ് വീക്ക്നെസ് ഉള്ള ആളിന്. കാര്യം അത് തലച്ചോറ് പ്രവർത്തിച്ച് തലച്ചോറിൽ എല്ലാ ഭാഗത്തും ഇത് തല മുതൽ പാദം വരെ വീണുന്ന ഒരു പ്രക്രിയയാണ് ഈ ബന്ധമെന്ന് പറയുന്നത്. ഇത് മനുഷ്യൻ ആഹാരം പോലെ തന്നെ വേണ്ടുന്ന ഒരു കാര്യമാണ്. പാപമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വിഭാഗക്കാരും ഉണ്ട്, ഇത് വൃത്തികേടാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. മനുഷ്യരാശിക്കും ജീവൻ്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ് ഇത്. ഈ ലേഹ്യങ്ങളും ചൂർണങ്ങളും ഒക്കെ ഞങ്ങളുടെ ആണെങ്കിൽ അത് 1 കിലോഗ്രാം 950 ഗ്രാം ആകെ മതി. മീൻസ് ഒരു വർഷത്തേക്ക് എഫക്റ്റ് കിട്ടും. അത് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ഡയബറ്റിക് ഉണ്ടോ എന്നറിഞ്ഞാൽ മാത്രം മതി. അതിനകത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന ആളാ പ്രശ്നമില്ല, കൊളസ്ട്രോൾ കൂടി നിൽക്കുക പ്രശ്നമില്ല. ഇതൊന്നും കൂട്ടുന്ന പ്രശ്നങ്ങൾ ഈ ഔഷധത്തില്ല. ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ, ടോട്ടൽ വൈറ്റമിൻ്റെ പൗഡർ, ടോട്ടൽ വൈറ്റമിൻ്റെ ലേഹ്യം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാക്റ്റായിട്ട് അതിന് പവർ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഗ്രന്ഥത്തിലില്ല, ആയുർവേദത്തിലില്ല, ഒരു ചികിത്സയിലുമില്ല. പിന്നെ ഇംഗ്ലീഷിൽ വയാഗ്രായുണ്ട്, ഇവിടെ മലയാളത്തിൽ പിയാഗ്രായുണ്ട്. പക്ഷെ അതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഏത് സമയത്ത് കിഡ്നി അടിച്ചു പോകുന്നൊക്കെ പറയാനൊക്കത്തില്ല. കാരണം അവർ തന്നെ അതിൻ്റെ കോടതി കൊടുത്തിട്ടുണ്ട് സൈഡ് എഫക്ട്സ്. ഹാർട്ട് അസുഖമുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ടേ കഴിക്കാവൂ. അങ്ങനെ പ്രത്യേകം 14 കൂട്ടം രോഗക്കാർ ഇത് കഴിച്ചുകൂടാ. ഈ 14 കൂട്ടത്തിൽ ഒരു രോഗം എനിക്ക് കാണും, അപ്പോൾ എനിക്ക് കഴിക്കാനൊക്കത്തില്ല. അസത്ത് ആയുർവേദിക് മെഡിസിൻ ആണെങ്കിൽ അത് മെഡിസിൻ ആയിരിക്കണം, ഒറ്റ വർഷത്തേക്ക് അതിന് ഫലം കിട്ടണം. ഒരുത്തിനോട് മരുന്ന് കൊടുത്താൽ 1 വർഷത്തേക്ക് അതിന് ഫലം കിട്ടുന്ന മരുന്നേ കൊടുക്കാവൂ, കഴിയുന്നതും. ഇല്ലെങ്കിൽ നമ്മുടെ ഇതില്ല എന്ന് തന്നെ പറയണം. നമുക്ക് ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം, മെഡി ടൈമിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പെരുന്തൽമണ്ണാണ്. വൈദ്യരോട് ചോദിച്ചോളൂ. ഞാൻ എന്റെ മദറിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. പറഞ്ഞാട്ടെ. എന്റെ മദറിന് കൈയിന്റെ റൈറ്റ് സൈഡിലെ ഷോൾഡറിന് ഒരു വേദന അനുഭവപ്പെട്ടു പെട്ടെന്ന് രാത്രി. അപ്പൊ ഈ കൈ പിന്നെ വേദന അനുഭവപ്പെട്ടപ്പോ ഇംഗ്ലീഷ് ടാബ്ലറ്റ് കഴിച്ച് അപ്പോ പിന്നെ കുറെ വേദന ഒക്കെ വിട്ടു. പിന്നെ ഇപ്പൊ ഈ കൈ ബാക്കിലിട്ട് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. കൈ മുടി കെട്ടാന് അങ്ങനെയുള്ള ഒന്നും പറ്റുന്നില്ല. അപ്പോ പിന്നെ ഇവിടെ ഈ മസിലിൽ എന്തോ ഒരു ബലം മാതിരി തോന്നുന്നുണ്ടെന്നത് കൈയിന്റെ ആ ഭാഗത്തല്ലയോ? ഒരു മസ്കുലർ ഡിസോർഡർ ആണെന്ന് പറഞ്ഞോ? മാംസപേശിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞില്ലയോ? അത് ബലക്കുറവുണ്ടോ കൈക്ക്? കൈക്ക് ബലക്കുറവൊന്നുമില്ല. ഇടത് കൈ വലത് ഒരുപോലെ പവറാണോ ഉള്ളത്? ഇടത് കൈയും വലത് കൈയും ഒരുപോലാണോ ബലം? കൈയൊക്കെ ശരിക്കും ബലമൊക്കെ ഉണ്ട്, പക്ഷെ ഈ വേദന കൈ ബാക്കിലേക്ക് വരുന്നില്ല. ബാക്കിലോട്ട് ഒരു കൈ മറ്റേ കൈ വരുന്നുണ്ടോ ബാക്കിലോട്ട്? മറ്റേ കൈന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ഈ ഒരു തൈലം വാങ്ങിച്ച് പെടലി തൊട്ട്, നമ്മുടെ പെടലിയില്ലേ അവിടെ തൊട്ട് നട്ടലിലും 2 കൈക്കും നല്ലപോലെ കൊണ്ട് ഇട്ടാട്ടെ ഒരു 5 ദിവസം കഴിയുമ്പോൾ വേദനയും കുറയും. ആ വേദന കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കൈ നോക്കാനും എടുക്കാനും ഒക്കെ പറ്റും. അത്രയും മാത്രം തൽക്കാലം ചെയ്താട്ടെ. എന്തോ പ്രായമുണ്ട്? 68 വയസ്സുണ്ട്. അല്ല കുഞ്ഞിന്? കുഞ്ഞല്ല, ഉമ്മാക്കാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവിടെ ഫ്ലൂയിഡ് ചിലപ്പോൾ കുറഞ്ഞതായിരിക്കാം. എന്നാൽ ഈ തൈലം നല്ലപോലെ അങ്ങോട്ട് തൂത്ത് നല്ലപോലെ ഒഴുക്ക തൂത്ത് അങ്ങോട്ട് ഇട്ടാട്ടെ ഒരൊറ്റ ആഴ്ചത്തേക്കും പകുതിക്കുള്ള ആശ്വാസം കിട്ടും. ഓക്കെ, വിളിച്ചതിന് നന്ദി.
അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങളും ഇപ്പോൾ വൈദ്യര് പറഞ്ഞതുപോലെ കിഡ്നി, അതുപോലെ നമുക്ക് സാധാരണയായിട്ട് മുൻകാലങ്ങളിൽ മദ്യപിക്കുന്നവർക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ പലരിലും കാണുന്നുണ്ടല്ലോ. സിറോസിസ് ലിവർ വന്നാൽ നമുക്കതിൻ്റെ തുടക്കത്തിലാണെങ്കിൽ അതിൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് എന്തോന്ന് അറിയണം. WBC, RBC ഇങ്ങനെയുള്ള ഗ്രൂപ്പെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ സിറോസിസ് ലിവറിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നല്ല ആയുർവേദ മരുന്നുണ്ട് ഇതിൽ. അത് പഥ്യമായിട്ട് 3 മാസം കഴിക്കേണ്ടതായിട്ട് വരും. വെറും പൊടി ഐറ്റങ്ങളൊക്കെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറും. പിന്നെ ടെസ്റ്റ് ചെയ്ത് രണ്ടാമത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. അല്ല ഞാൻ പറയാമല്ലോ, രോഗിയല്ല തീരുമാനിക്കുന്നത്, ശാസ്ത്രീയമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. അതുപോലെ അൾസർ വരുന്നത്, ആന്തരിക അവയവത്തിൽ എവിടെ അൾസർ വന്നാലും നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. അത് പിന്നെ എൻഡോസ്കോപ്പി ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചോളൂ. പിന്നെ നമ്മൾ ഈ ചികിത്സയ്ക്ക് ശേഷം പിന്നീട് അത് വരാനുള്ള സാധ്യത അപഥ്യം കാണിച്ചാലുണ്ടാകാം. അപഥ്യം എന്ന് പറയുമ്പോൾ ദോഷമായ അപഥ്യങ്ങളാണ്. അല്ല ഇപ്പം മാംസം കഴിച്ചു പോയി മുട്ട കഴിച്ചു അതൊരു വിഷയമല്ല. ഈ രീതിയിൽ തന്നെ പഥ്യമായിട്ട് കുറേ കാലം കൂടെ പ്രളയം. അത് അതിൻ്റെ ശരീരപ്രകൃതി, സിറോസിസിൻ്റെ ലക്ഷണം, വയറിൻ്റെ വീർപ്പ്, ഭാരത്തിൻ്റെ കുറവ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വേണം ആ മരുന്ന് കൊടുക്കാൻ. അല്ല ഇത് ഒത്തിരി ഉണ്ടാക്കി വെച്ചേക്കുമല്ല. ആര് സിറോസിസ് എന്നാൽ പിടിച്ചു ഉരുട്ടിൻ്റെ കാശ് കൊടുക്കും, ആ ഇടപാടില്ല. ആ വ്യക്തിയുടെ ഹിസ്റ്ററി അറിഞ്ഞിട്ടേക്ക് മരുന്നുണ്ടാക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സമയമെടുക്കും, അതിൻ്റേതായ താമസങ്ങളൊക്കെ അതിനെടുക്കും. അത്രയും ക്ഷമിച്ച് സഹിച്ചെങ്കിലേ നമുക്ക് മരുന്ന് കൊടുക്കാനൊക്കത്തുള്ളൂ. അല്ല അതിൽ നമുക്ക് ഒരു മെഡിസിൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ കൊടുക്കാനൊക്കാത്ത അവസ്ഥയായത്. മെഡിക്കൽ സ്റ്റോറിൽ വരുന്നത് 100 പേര് ചെയ്താൽ 100 രോഗത്തിനാണ് ചെല്ലുന്നത്. അപ്പോൾ ഇപ്പോൾ അത് മോക്സ്, യുറോക്സ്, അംബീസില്ല എന്നുള്ള പല മോഡലിൽ ഇറങ്ങുന്നത് ഇതെല്ലാം ഒരു ഗുളിക തന്നെയല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇറക്കമോ അങ്ങനെ കൊടുക്കാനുള്ള പ്രസ്ഥാനമല്ല നമ്മുടേത്. ആവശ്യക്കാരന് മാത്രം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, ഇന്നായാലും നാളെ ആയാലും. ഇത്തരം ഒരു ചികിത്സ നമ്മൾ തുടങ്ങുമ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ അതിൽ നോക്കാറുണ്ടോ? അതായത് പാരമ്പര്യമായിട്ട് ഇത്തരം രോഗങ്ങളുള്ള ഒരു ഫാമിലിയാണോ, അത്തരം ഘടകങ്ങൾ നോക്കിയാണോ ചികിത്സ? ചില ഐറ്റത്തിന് നോക്കും. ഇപ്പോൾ സിറോസിസ് ഒന്നും അങ്ങനെ വരുന്നതല്ല. നമ്മൾ പാരമ്പര്യമായിട്ട് നോക്കുന്നത് ആസ്മ ചിലർക്ക് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്, എന്നാൽ അല്ല എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ട്. ശല്യാണെങ്കിൽ അതുപോലെ വരുന്നതെന്ന് പറയാം. പാരമ്പര്യമായിട്ട് ചിലർക്ക് വരും, എന്നാൽ ചിലർക്ക് വരണമെന്നുമില്ല. അങ്ങനെ റെയറായിട്ടുള്ള കേസേ ഉള്ളൂ. പിന്നെ അൾസർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമല്ല, ക്യാൻസർ പാരമ്പര്യമല്ല. ക്യാൻസറിനൊന്നും ആയുർവേദത്തിൽ പ്രസക്തമായ മരുന്നുകളുള്ളതല്ല. എന്തോ ക്യാൻസർ ഏത് ഭാഗത്തെ മാറ്റാൻ അവർ കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്നാൽ പിന്നെ RCCയിൽ ആരെങ്കിലും കാണുമായിരുന്നു. ക്യാൻസർ എന്തോ എന്ന് വിചാരിച്ചോ? ക്യാൻസർ വരാത്ത 2 അവയവമേ ഉള്ളൂ മനുഷ്യ ശരീരത്തിൽ, ഹൃദയവും ചെറുകുടലും. ബാക്കി എല്ലാ പാർട്ടിനും ക്യാൻസർ വരുന്ന. അതിന് മുൻകൂർ ജാമ്യം ഇല്ല. അത് ഈ കഷായം കുടിച്ചോ നിനക്ക് വരത്തില്ല. അപ്പോൾ ഇവൻ ചെല്ലുന്നത് എന്താ അറിയോ? ഇവൻ്റെ അച്ഛൻ ക്യാൻസർ മൂലമാണ് മരിച്ച്. അപ്പോൾ ഒരു സംശയം, അച്ഛൻ്റെ ബ്ലഡിൽ പിറന്ന ആളല്ലോ ഞാൻ, അപ്പോൾ എനിക്കും വരാൻ സാധ്യതയുണ്ട്. അവിടെ ചെല്ലുന്നുള്ള പറയാൻ കയറി വാ, നിനക്കും വരും, നിൻ്റെ മക്കൾക്കും വരും, ഭാര്യയ്ക്കും വരും, അയലത്തുകാർക്കും വരും. കഴിച്ചു. ഇതാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. അതിനൊന്നും പ്രതികരിക്കാനൊന്നും മരുന്നുകളില്ല. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, കിഡ്നി, ലിവർ, ഇതിനൊക്കെ മരുന്ന് ആയുർവേദത്തിൽ കഴിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പം 10 ഗ്രാമാണ് ഒരു സ്പൂൺ മരുന്ന് കഴിച്ചെങ്കിൽ ലിവർ സിറോസിസിൻ്റെ മരുന്നായിട്ട് പാലിനകത്തോ അല്ല കഷായത്തിൽ കഴിച്ചാൽ ഒക്കത്തുള്ളൂ. അതിന് ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ എത്ര കാണും? ഇതിനകത്തും 1 ഗ്രാം മെഡിസിൻ ഇല്ല. ഈ 1 ഗ്രാം മെഡിസിൻ ഉണ്ടാക്കി പവർ ഉണ്ടാക്കാൻ ഇംഗ്ലീഷ് മെഡിസിൻ അല്ല, ലോകത്തിൽ ഒരു മെഡിസിൻ ഇല്ല. ആയുർവേദത്തിന് എന്താ ചെയ്യാനാ? നമ്മൾ ചുക്കുമുളക് ഇപ്പോൾ ഇടിച്ച് പൊടിച്ചെടുത്ത് അത് അരിച്ച് കുടിച്ച് ഇത്രയും 1/2 ഗ്രാം പോലും വേണ്ട അതിനകത്ത്. അപ്പോൾ 1 കിലോ മരുന്നുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ മരുന്ന് വിൽക്കാം. എന്തും വേണ്ടി ക്യാപ്സൂൾ ഇറക്കും. മരുന്നുകൊണ്ട് വെള്ളി കൊടുത്താൽ മതി, ക്യാപ്സൂളാക്കി പൊതിഞ്ഞിട്ട് നമ്മുടെ തരും. അതിനുള്ളിലുള്ള കണ്ടൻസ് എന്തും വേണ്ടിയുണ്ട്, ഇതെന്തും വേണ്ടി ഫലപ്രദം ചെയ്യും. അതാണ് ഈ വയാഗ്രായ്ക്ക് പകരം നമ്മൾ വേറൊരു ക്യാപ്സൂൾ കൊടുത്താൽ ഏക്കത്തില്ല. അതിനുള്ളിൽ കഴിക്കേണ്ട മരുന്ന് ഡയലൂട്ട് ചെയ്ത് പാലിനകത്തോ കഷായത്തിലോ ചെല്ലേണ്ട രീതിയിൽ 10 ഗ്രാം വേണം ഒരു നേരം. രാവിലെ കഴിക്കണം, വൈകിട്ട് കഴിക്കണം. കുഞ്ഞുങ്ങളെടുത്ത് കഴിച്ചാലും പേടിക്കണ്ട. പക്ഷേ കഴിക്കേണ്ടത് ദാമ്പത്യ സ്നേഹമുള്ളവർ ഭാര്യയും കഴിക്കണം, ഭർത്താവും കഴിക്കണം. അല്ലാതെ ഉള്ള ആനന്ദമല്ല ആനന്ദം. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ശരി. ഹലോ ഹലോ നമസ്കാരം, മെഡി ടൈമിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ. ആ, വൈദ്യരോട് ചോദിച്ചോളൂ. എന്റെ പേര് സെൽമ, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞാട്ടെ ചോദിച്ചു. ഷോൾഡറിൽ നല്ല വേദനയുണ്ട്, 2 ഷോൾഡറിലും പെരടിയുന്നുണ്ട്.
കൊറേ നാളായിട്ട് എടുത്തിട്ട് 3-4 മാസമായിട്ടുണ്ട് ഇപ്പൊ. കൊറേ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. അവര് നീർക്കെട്ടാന്ന് പറയണത്, പക്ഷെ ഒരു ഫലമില്ല. മരുന്ന് കഴിച്ചിട്ടും. അപ്പൊ നമുക്കതിന് ഹലോ രണ്ട് കൈയും പൊക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടോ? രണ്ട് ഷോൾഡറിന് വേദനയുണ്ടോ? കൈ ശരിക്കും 2 ഭാഗത്തേക്ക് വെക്കുമ്പോൾ നല്ല വേദനയുണ്ട്. അപ്പൊ അതിന് ചെയ്യേണ്ടത് നമുക്ക് അതിനകത്ത് സിനോവിയം മെംബ്രെയിനോ സിനോവിയം ഫ്ലൂയിഡോ കുറയുന്നതായിരിക്കും. 50 വയസ്സിനടുത്തായോ പ്രായം? അല്ല, 23 വയസ്സേ ഉള്ളൂ. കൊച്ചുകുട്ടിയാ. അപ്പോൾ അങ്ങനെ സിനോവിയം ഫ്ലൂയിഡ് പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ ഈ അസുഖം? എന്താ? വീട്ടിൽ ആർക്കെങ്കിലും മറ്റേ ഈ വാദസംബന്ധമായിട്ട് അസുഖം കൂടിയവരുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പെടലി തിരിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോഴത്തെ വേദനയുണ്ട്. വേദന കഴുത്തിന് കീമുറി താഴെ വരെ ഉണ്ടോ വേദന? അതെ. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകൾ പോലെ ഉണ്ടോ? നല്ല വീങ്ങിയിട്ടുണ്ട്. എവിടെ? ഷോൾഡറില്, പിന്നെ അതുപോലെ പെരടിയിലൊക്കെ ആയിട്ട്. എവിടെ? പെരടിയിലൊക്കെ ആയിട്ട് നല്ല വീക്കമുണ്ട്. അത് സാധാരണ അത് ഇച്ചിരി കഴിയുമ്പോൾ മാറുന്ന വീക്കമാണോ? ഒന്നും ചെയ്തില്ലേലും ചൂട് പിടിക്കുമ്പോൾ കുറയും. അപ്പൊ പിന്നെ അതല്ല, ഞാൻ വിചാരിച്ച വേറെ അങ്ങനെയൊക്കെ മുഴകൾ പറ്റെടുത്തുണ്ടെങ്കിൽ പോട്ട് ഡിസീസ് എന്ന് പറയും, ടി ബിയുടെ ഒരു ഭാഗമായിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ ഇതിന് ചെയ്യേണ്ടത് നല്ലവണ്ണം ഈ പലേഷ്യ ഓയിൽ കഴുത്തിന് തൊട്ട് താഴോട്ട് ഇടുക, പുരട്ടുക, കഴുകി കളയരുത്. അതിൻ്റെ കൂടെ കിഴിയും കഷായവും മരുന്നും അവർ തരും. അതൊരു 15 ദിവസം കൊണ്ട് തൂത്താട്ട് ഒരു 7 ദിവസം ആകുമ്പോഴത്തേക്ക് പകുതിക്ക് കുറവ് കിട്ടും. എന്നിട്ട് 10 ദിവസം അത് വാങ്ങിക്കേണ്ട നമ്പരും കാര്യം ഇതിലെഴുതി കാണിക്കും. ആ നമ്പറിൽ വിളിച്ചാൽ മതി. എറണാകുളത്ത് കോഴിക്കോട്ടൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഈ നമ്പറിൽ മാത്രം വിളിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഒരു 14 ദിവസം ഇതങ്ങോട്ട് ചെയ്താട്ട് അതിനുശേഷം നമുക്ക് അല്ലെങ്കിൽ വലിയൊരു സിദ്ധമരുന്ന് വല്ല ഉള്ളിൽ കഴിച്ച് ഇതങ്ങ് മാറ്റാം. ഈ പ്രായമാകുമ്പം വിഷമിക്കണ്ട. ശരി, വിളിച്ചതിന് നന്ദി. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ബാക്കി സൈഡ് എഫക്ട്സ് അതൊക്കെ മാറ്റാനും കുറയ്ക്കാനും ഒക്കെ ആയുർവേദ ചികിത്സ ഫലപ്രദമായിട്ട് കാണുന്നില്ലേ? അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ കീമോതെറാപ്പിയൊക്കെ ചെയ്ത് 2.5 വർഷം കഴിഞ്ഞ ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ആയുർവേദക്കാർ? ഒരു കാര്യമില്ല. അതിന് അത് വഴി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെയുള്ള അതുവഴി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ മാറത്തില്ല. സാധാരണ മുടി കൊഴിച്ച് 70 തൊട്ട് 100 മുടി വരെ പൊഴിഞ്ഞു പോകാറുണ്ട്. 3 വർഷം വരുന്ന മുടി 12 മാസം ഫ്രീ ആയിട്ട് തല നിന്നിട്ട് അത് പൊഴിഞ്ഞു പോകും. ഈ മുടി കൊഴിച്ചിന് ഒരു ശരാശരി വരെ വളർച്ചയ്ക്കുള്ള എണ്ണ നമ്മൾ കൊടുക്കുന്നുണ്ട്, KC ബലാതി. അത് മുടി കൊഴിച്ചിൽ മാറും. പിന്നെ മുടിക്ക് കറുപ്പ് നിറം കിട്ടും, ഉറക്കം കിട്ടും, സുഖനിദ്ര കിട്ടും. അത്രയും ഗുണങ്ങൾ ഒക്കെ അതിന് കിട്ടത്തുള്ളൂ. പിന്നെ താരം പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലൊരു പൗഡറുണ്ട്, ഭസ്മം പോലെ. അത് തലേ വന്നിട്ട് നല്ലപോലെ തൂത്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക. സോപ്പ്, ഷാമ്പു ഇതൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗം 7 ദിവസം 7 പ്രാവശ്യം. 8ാമത്തെ ദിവസം താരനുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഗ്യാരണ്ടി കൊടുക്കുക. അത് ഇപ്പോൾ ഒരു 60-65 വർഷം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ 20 വർഷം കൊണ്ട് ഈ താരൻ്റെ അതിപ്രസരം കാണുന്നുള്ളൂ. പൊടിയും എണ്ണമയവും അഴുക്കും ചേർന്ന് ഉണ്ടാകുന്നതാണ് സെബോറിക് ഡെർമൈറ്റിസ് ആണ് താരൻ. അത് പീലിയത്തിൽ, കൺപോളയ്ക്ക്, നെഞ്ചത്ത്, തലയിൽ ഇങ്ങനെയുള്ള ഭാഗത്ത് കാണപ്പെടും. താരം കൂടുതലുള്ള ഒരു സ്ഥലത്ത് തേച്ചാൽ ചെറിയൊരു നീറ്റിലെടുക്കും. കഴിയുമ്പോൾ അതങ്ങ് മാറും. മുടി നല്ല ഡിസോർഡർ ആകും. ആ താരൻ്റെ പൊടി മാത്രം തേച്ച് കഴിഞ്ഞിട്ട് ഈ ഓയിലുണ്ടെങ്കിൽ ആ താരൻ്റെ മൂലം പൊഴിഞ്ഞു പോയ റൂട്ട് ഹെയറിൽ ചെറുതായിട്ട് മുടി പൊടിച്ചു വരും. പുതിയതായിട്ട് മുടിയൊന്നും ഉണ്ടാകത്തില്ല. അതിന് ഔഷധമില്ല. കാരണം ഒത്തിരി ഗ്ലാൻസ് ഉണ്ടാകണം. സേദയഗ്രന്ഥി, ആഗ്നേയഗ്രന്ഥി, ഡെർമീസ്, അപ്പർ ഡെർമിസ്, അതുകൂടാതെ ഹെയർ ഫോളിക്കിൾ, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒരു മുടി വളരത്തുള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ തരുന്ന ഓയിലെടുത്ത് മൂക്കലാണ് പെണ്ണുങ്ങൾ തേച്ച് വാങ്ങി ഇവിടെയൊക്കെ അങ്ങ് രോഗമായി പോയി. അപ്പോൾ അതിനൊരു സംവിധാനമില്ല, അതിന് ഔഷധം ഇല്ല, 100% ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഓയിലും താരൻ്റെ പൊടിയും എല്ലാം നമുക്ക് ഈ നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ലഭ്യമാണ്, ഔഷധം കിട്ടും. അതുപോലെ വിട്ടുമാറാത്ത വലിയ തലവേദനകൾ, ഗ്യാസ് ട്രബിൾ, അതിൻ്റെ അത്യാവശ്യം ഏത് രോഗത്തിനാണെങ്കിലും അൾസറിൻ്റെ ആയാലും ഒക്കെ ഔഷധം കിട്ടും. വലിയ ഔഷധക്കൂട്ട് വേണമെങ്കിൽ
അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്പ ദിവസം താമസിക്കുന്നേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ ഡോളായന്ത്ര പ്രകാരം കോഴിയുടെ കൂട്ട് അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഒരാൾക്ക് ഉണ്ടാക്കത്തുള്ളൂ. വാജീകരണ സിദ്ധാന്ത പ്രകാരമുള്ള ലേഹ്യങ്ങളും പൊടികളും ഇപ്പം ലഭിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ഫണിമതി രസം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കൂട്ട് 3 വർഷത്തേക്ക് ഒറ്റ പ്രാവശ്യം കഴിക്കത്തുള്ളൂ. അത് അതിനു വേണ്ടി കുപ്പിക്കണക്കിനൊന്നും കഴിക്കുന്നതല്ല. ശകലം പൊടി 100 മില്ലി ഓയിലേ കാണത്തുള്ളൂ. അപ്പോൾ ആ നെയിൽസിനെ ഉദ്യോഗിപ്പിക്കാൻ ഈ പനാസിയ ഓയിലേ ഉള്ളൂ, മാറ്റി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കേണ്ട അഡ്രസ്: ടു ദി പ്രൊഡ്യൂസർ, മെഡിടൈം, ACV സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം 1. ഇമെയിൽ meditime@asianetindia.com. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ മെഡിടൈം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.